ഒരു ഗോത്ര നേതാവ് കള്ളവെടിക്ക് അനുമതി നൽകിയ, വചനമിറക്കി പ്രോത്സാഹിപ്പിച്ച ഒരു കിതാബ്, അതിനെ സംബന്ധിച്ചിട്ടാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അത് പഠിച്ച് പ്രാവർത്തികമാക്കുന്ന കുറച്ച് ഉസ്താദുമാരെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ സംസാരിക്കാൻ. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച സംസ്കാരം അനുസരിച്ച് ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കി മാറ്റുന്നതിനു വേണ്ടി പണിയെടുക്കുന്ന, അതിനുവേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്തിന്റെ ഏതു കോണിലും അസമാധാനം വാരി വിതറുന്നവരാണെന്നും ക്രമസമാധാനം തകർക്കുന്നവരാണെന്നും ഒന്നല്ല, ഒരായിരം അല്ല, ലക്ഷങ്ങൾ അല്ല, അതുക്ക് മേലെ തെളിവുകൾ നിരത്താൻ നമുക്ക് പറ്റും. അതെ, ഒരു കൊലവെറി മതത്തെക്കുറിച്ചും ഒരു ഭോഗ മതത്തെക്കുറിച്ചുമാണ് നമുക്കിവിടെ പരാമർശിക്കാനുള്ളത്. താല്പര്യമുള്ളവർ മാത്രം നിന്നാ മതി, ആരും നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ നമ്മളെക്കുറിച്ച് ഇസ്ലാമിനെ പഠിപ്പിക്കാനാണ് വരുന്നതെങ്കിൽ വേണമെന്നില്ല. ഓക്കെ, ആ ബൈജുവിനെ പറഞ്ഞു വിട്ടേ, ബൈജു തോമസ്. അപ്പോ നമ്മളിവിടെ പരാമർശിക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന, ആ ഗ്രന്ഥങ്ങൾ പഠിച്ചവർ പഠിപ്പിക്കുന്ന ചില ഉദ്ബോധനങ്ങളെ സംബന്ധിച്ചിട്ടാണ്. തുടക്കം തന്നെ കേട്ടോ. എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം? ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത്? ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് അബുൽ അഅ്ല മൗദൂദി സിദ്ധാന്തിക്കുന്നുണ്ട്. എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം? ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മനസ്സിലായല്ലോ. ഇസ്ലാമിക രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നതിനു വേണ്ടി പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇതാണ്: ഇന്ത്യയെ ഇസ്ലാം മതവൽക്കരിക്കുന്നതിനു മുമ്പ് ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിലായിരിക്കും. കുഴപ്പമുണ്ടോ? അല്ല, ഇസ്ലാമിന്റെ മോചനം ഇന്ത്യയിലൂടെ എന്ന് പറഞ്ഞവരോട് ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ എന്ന് പറയാൻ താല്പര്യപ്പെടുക. അതുകൊണ്ടാണ് ഇവർ ഈ രാജ്യത്ത് ബഹുസ്വരതയ്ക്ക് തടസ്സമാണ് എന്ന് പറയുന്നത്. സമാധാനമില്ലാതാക്കി മറ്റുള്ള മനുഷ്യർ ഐക്യത്തോടെ സഹകരണത്തോടെ ജീവിക്കുന്നത് പിടിക്കാതെ ഇവരുടെ ഈ മതപരമായിട്ടുള്ള ആഗ്രഹമാണ് ഇവർ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിച്ചാലും ശരി, ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചാലും ശരി, നമ്മൾ പറയുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമായാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? പവിത്രമായ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് ജീവിക്കണമെങ്കിൽ വലിയ വിശാലമായിട്ടുള്ള മനസ്സ് വേണം. ഈ രാജ്യത്ത് സമാധാനത്തോടു കൂടി എല്ലാവർക്കും ജീവിക്കണം എന്ന രൂപത്തിലുള്ള ചിന്ത വേണം. അതിന് മനുഷ്യനാവണം. വിശാല വീക്ഷണം ഒരു മദ്രസയിൽ നിന്നും ലഭിക്കില്ല. ഒരൊറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ: ഇസ്ലാം മത രാജ്യമാക്കി, ഇസ്ലാമിന്റെ ലോകമാക്കി, മുസ്ലിങ്ങളാക്കി ലോകത്തെ മുഴുവനും മാറ്റുക. നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ പ്രയത്നിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണം എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല. ഇപ്പോ അമ്മായിയപ്പന്റെ വീട്ടിൽ വന്ന് മരുമകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെ ഈ രാജ്യം ഇസ്ലാം മത രാജ്യമായി മാറണം എന്ന് ആരാഗ്രഹിച്ചാലും ശരി നടക്കില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ചിന്ത വന്നത് 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഗോത്ര നേതാവിൽ നിന്നാണ്. ഈ ആശയം വരുന്നത് അള്ളാഹു ഇറക്കി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ്. കാഫിറിനെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കണം, അവർ ഈ ഭൂമിയിലെ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് 3 വയസ്സ് 4 വയസ്സ് മുതൽ മദ്രസ തലങ്ങളിലൂടെ ഇത്തരം വിഷം മനുഷ്യ മനസ്സുകളിലേക്ക് വ്യാപരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ആളുകൾ
ഈ രാജ്യത്തെ മതവൽക്കരിക്കാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് അവർക്ക് സൗകര്യമുള്ള ഒരു മതരാജ്യത്ത് പോയി സുഖസുന്ദരമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. തീവ്രവാദത്തിനെതിരെ നിൽക്കുന്നു എന്നതാണ് നരേന്ദ്രമോദി ചെയ്യുന്ന തെറ്റ്. ഈ രാജ്യത്തെ അടക്കി ഭരിക്കാൻ, മതവൽക്കരിക്കാൻ നരേന്ദ്രമോദി തടസ്സം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് UKG കുട്ടിയെ വരെ ഇവര് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവര് ചോദിക്കും, അതിന് നിങ്ങൾക്ക് എന്താ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് സുഖസുന്ദരമായിട്ട് ഇവിടെ ജീവിക്കട്ടെ. അപ്പോ അടികൊണ്ട് നിങ്ങളുടെ ഡാഷും പൊളിയും. കാരണം അറിയാമല്ലോ, കള്ളവെടിയൊക്കെ പിടിച്ചാല്, മോഷണമൊക്കെ പിടിച്ചാല്, കൊള്ളയടിയൊക്കെ പിടിച്ചാല് എന്താണ് മൗദൂദിയൻ സിദ്ധാന്ത പ്രകാരം, സൗദിയുടെ ആശയ പ്രകാരം, ശരീഅത്ത് നിയമപ്രകാരം എന്താണ് ശിക്ഷയെന്ന് അറിയാമല്ലോ. സത്യം പറഞ്ഞാൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്ന് പറയുന്നതിന് മുമ്പ് മുസ്ലിങ്ങളെ, ഇത്തരം ചിന്താഗതിക്കാരായ തീവ്രവാദികളെ, നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ബാധ്യത. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ബാധ്യതയും സകലമാന കുഴപ്പങ്ങളും ഈ രാജ്യത്തുണ്ടാക്കുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജില്ല വേണം, സംസ്ഥാനം വേണം, പ്രദേശം വേണം, വേഷം വേണം, നിയമം വേണം, സംസ്ഥാനം വേണം, രാജ്യം വേണമെന്നാണെങ്കിൽ അറബിക്കടല് വെറുതെ വിശാലമായി കിടക്കുമല്ലേ? ചോദിക്കേണ്ടി വരുന്നതാണ്, പറയേണ്ടി വരുന്നതാണ്. ഒന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറയണം എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മുടെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന, മറ്റുള്ള സഹജീവികളെ മനുഷ്യരായി പോലും കാണാത്ത, അവരെ ശത്രുക്കളായി മാത്രം കാണണം, മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വേർതിരിക്കണം എന്ന് പറയുന്ന ഈ ആശയക്കാരെ കാണുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നതാണ്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ രാജ്യത്തിനെതിരെ ആര് സംസാരിച്ചാലും ശരി, എൻ്റെ രാജ്യത്തെ തകർക്കാൻ ഏത് ഭീകരൻ ശ്രമിച്ചാലും ശരി, എൻ്റെ അറിവിൽ അത് വന്നാൽ, എൻ്റെ ശ്രദ്ധയിൽ അത് വന്നാൽ അതിനെ എതിർക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തട്ടമല്ല അബ്ദുൽ ഗഫൂറെ, ഗഡൂർ എന്ന് എഴുതിയേക്കുന്നത്. ആദ്യം പേരെങ്കിലും ഒന്ന് എഴുതാൻ പഠിച്ചിട്ട് പോരെ. അബ്ദുൽ ഗഡൂർ. അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം മദ്രസയിൽ മാത്രം പോയിട്ട് ഉസ്താദിന് കുനിഞ്ഞും മറിഞ്ഞ് നിന്നുകൊടുത്ത ബുദ്ധിയെ ഉള്ളേ ഇവർക്ക്. അന്നേ ഉസ്താദിന്റെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിരിക്കുക ബുദ്ധിയും യുക്തിയും ഒക്കെ. സ്വന്തമായിട്ട് വിവേചനാധികാരമില്ല, ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്ന രീതിയുമല്ല. പിന്നെ പറഞ്ഞിട്ട് എന്തുവാ കാര്യം ഇവന്മാരോട്? അപ്പോ ഇസ്ലാം മത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് പറയുന്ന ഈ വിഭാഗം സ്കൂളില്, കോളേജുകളില്, പൊതു ഇടങ്ങളില്, മറ്റ് രാജ്യങ്ങളില്, എയർപോർട്ടില്, റെയിൽവേ സ്റ്റേഷനില്, പബ്ലിക് റോഡുകളിലൊക്കെ നമസ്കരിച്ചും തട്ടത്തിനു വേണ്ടി വാദിച്ചും മതത്തിനു വേണ്ടി ഘോരം സംസാരിച്ചും തീവ്രവാദം വാരി വിതറിയും ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനും ഇവർ ബാധ്യതയാകുകയാണ്. ഇതൊരു ഷാളാണ് കുട്ടി, ഇത് എവിടെ ഇടണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ ഷാൾ ഇങ്ങനെ ഇടുമ്പോൾ ഇത് മതത്തിന്റെ ചിഹ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടോ, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എന്ന് കുഞ്ഞൈഷ പറഞ്ഞില്ലേ നാടകക്കാരി? അതുപോലെ നിങ്ങളുടെ കാഴ്ചപ്പാടിന് എന്തോ പ്രശ്നങ്ങൾ എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോ ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റണമെന്ന് പറയുന്നവർ ഏത് രൂപത്തിലുള്ള ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരെ ശക്തിയുക്തം എതിർക്കുന്നത്? ഈ വീഡിയോ കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കതിന്റെ ഉത്തരം ലഭിക്കും. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു,
അവനോട് തൗബ ചെയ്യാൻ പറയുക. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. എന്താ നിനക്ക് പേടിയുണ്ടോ? പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ. അവനെ ഒരു ഭരണാധികാരി കേക്കനോടാ, ഞാൻ തുറന്നു പറയാം, ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയല്ലേ. എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്. ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? അല്ല, ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, എത്ര ഇടിവെട്ടണം അതിലൊരെണ്ണം. ഞാൻ എന്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എന്റെ വിശ്വാസം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഭാസനും അലവലാതിയും ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നരകമാണ്. നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല. ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇത്തരം ആളുകളെ തുറന്ന് കാണിക്കേണ്ടത് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ, ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ എന്റെ ബാധ്യതയല്ലേ. മതം വിട്ടവനെ കൊല്ലുന്നത് ഒരു അക്രമമാണോ? ഇതാരെയാ പഠിപ്പിക്കുന്നത്? അവിടെയാണ് കാര്യം. അവിടെയാണ് നമ്മൾ ഈ വിഷയം സ്പെസിഫൈ ചെയ്യേണ്ടത്. 11 മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികളിൽ അവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് അന്യമത വിഷം കുത്തിവെക്കുവാണ് മദ്രസകളിലൂടെ. ഇത് കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉസ്താദ് പറഞ്ഞ വീഡിയോ ആണ് ലീക്കായത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്യാമറകളുമില്ല, ഒരു ഡിജിറ്റൽ സംവിധാനങ്ങളുമില്ല, ആരും റെക്കോർഡും ചെയ്യുന്നില്ല, പുറത്ത് നിന്ന് ആരും കേൾക്കത്തുമില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇവർ എന്തായിരിക്കും ആ ചുമരിനകത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? എന്തായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്? അപ്പോ മതം വിട്ടവനെ കൊല്ലുന്നത് ഒരു അക്രമമാണോ? അല്ല. ഒരു ഭരണാധികാരി മതം വിട്ടവനെ കൊല്ലണം. അങ്ങനെയാണെങ്കിൽ ഈ മതത്തെ വിശ്വസിച്ചു, മതത്തെ സ്നേഹിച്ച്, മതം മനസ്സിലാക്കി മതത്തിലേക്ക് വരുന്നവരാണോ എല്ലാവരും? തല പോകുമെന്ന് പേടിച്ച് മതത്തിൽ നിൽക്കുന്നവരല്ലേ? മതം മാറാനും മതം വിടാനും സ്വാതന്ത്ര്യം നൽകിയിട്ട്, അതിനുള്ള പൂർണ്ണമായ അനുമതി നൽകിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, ഞങ്ങളുടെ മതം വളരുവാണെന്ന്. അല്ലാതെ ഈ മതം വിട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെ കൊന്നു കളയണം എന്ന് പറയുന്ന ഒരു ആശയം എങ്ങനെയാ ശരിയാകുക? അഥവാ പേടിച്ചിട്ടല്ലേ നിൽക്കുക? ഈയാൻ പറ്റകളെ പോലെ എല്ലാരും ചോദിക്കും, പിന്നെ നിന്റെ ഉമ്മ എന്താണ് യുക്തിവാദിയാക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ, നിന്റെ ഉമ്മയുടെ തലയിൽ തട്ടമുണ്ടല്ലോ. നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം അതാ. യുക്തിവാദിയെ ആക്കലല്ല, ആകല. എക്സ് മുസ്ലിം ആക്കലല്ല, ആകല. ഈ മതം എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ മതം വിട്ട് ഓരോരുത്തരും മതം വിട്ട് പുറത്തു വരുന്നത്. കേട്ടോ? ഈ മതത്തിന്റെ മാനവിക വിരുദ്ധതകൾ മനസ്സിലാക്കി, ഇത് 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര പുസ്തകത്തിലെ ഗോത്ര നേതാവിന്റെ ആ കാലഘട്ടത്തിന്റെ ചിന്തകൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ മതം ഉപേക്ഷിച്ച് ഓരോരുത്തരും പുറത്തു വരുന്നത്. ഞാന് ഒരു ഉസ്താദ്, എല്ലാ ഖുർആനിക പരിജ്ഞാനമുള്ള ഒരു ഉസ്താദിന്റെ വീഡിയോ ആണ് ഇത് കേൾപ്പിച്ചു തരാം. ഉണ്ടോ നോക്കട്ടെ. ആദ്യം ഉണ്ടായിരുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അറബി പറഞ്ഞു. അപ്പോൾ മതപരമായി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് പറഞ്ഞതിലാണെങ്കിൽ മഹ്റജുകൾക്ക് വ്യത്യാസവുമില്ല.
റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദാല് പറഞ്ഞിട്ടുണ്ട്, ഖാഫ് പറഞ്ഞിട്ടുണ്ട്, ഹാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തജ്വീദ് അറിയാം, ഇസ്ലാം എന്താണ് എന്ന് ശരിക്കും പഠിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി, എന്താണ് ഇസ്ലാം എന്ന് അദ്ദേഹം തന്നെ ചെറിയ ഒരു വിവരണം നടത്തും, കേട്ടോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين ഉറപ്പായല്ലോ? ശരി. أما بعد قل جاء الحق وما يبدئ الباطل وما يعيد قل جاء الحق وزهق الباطل إن الباطل كان زهوقا. സത്യത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ ഏകസത്യ ദൈവമായ അള്ളാഹുവിന്റെ വചനം. സത്യം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കളി ഇസ്ലാമിനില്ല. താമരശ്ശേരി ചുരത്തിന്റെ മുകളിൽ നിൽക്കുന്നു. സത്യം, മതങ്ങളിലെ ഒരു സത്യൻ അന്തിക്കാടാണ് ഇസ്ലാം. സത്യത്തിന്റെ വിശ്വരൂപമാണ്, ഗിരിശൃംഖമാണ് ഇസ്ലാം. ലോകത്തിലെ ഏതെങ്കിലും ഒരു മതം ഇത്രത്തോളം സത്യം പറഞ്ഞു തുടങ്ങിയായിട്ട് നിങ്ങൾക്കറിയാം? ഇസ്ലാം തുടങ്ങുന്നത് എങ്ങനെയാണ്? There is no God. La ilaha illallah. ലോകത്തിൽ ദൈവമില്ല എന്നുള്ള പ്രാപഞ്ചിക സത്യം പറഞ്ഞു തുടങ്ങുന്ന ഏക മതം, അതിനുള്ള ധൈര്യം, അതിനുള്ള ആത്മബലം, സത്യസന്ധത ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്ലാം തുടങ്ങുന്നത് തന്നെ സത്യം പറഞ്ഞതുകൊണ്ട്. ലാ ഇലാഹ, ദൈവമില്ല. ഇത് മനസ്സിലാകാത്ത, അറബി അറിയാത്ത മന്ദബുദ്ധികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടി കാരുണ്യവാനായ അള്ളാഹു അത് പരിഭാഷപ്പെടുത്തി പറയുന്നതാണ്. അടുത്ത വാക്ക് ഇല്ല, അള്ളാഹുവില്ല. ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഈ മന്ദബുദ്ധികളോട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്. അതാണ് സത്യസന്ധതയുടെ വിശ്വരൂപം എന്ന് പറയുന്നത്. ഫവൈലുൽ മുസല്ലീൻ. എന്താ അതിന്റെ അർത്ഥം നടക്കട്ടെ. ഇതാര് പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, ഈ യുക്തിവാദികൾ പറഞ്ഞത്. ആരും പറഞ്ഞതല്ല. അള്ളാഹു മുഹമ്മദിന്റെ കുണ്ടനായ, അല്ലെങ്കിൽ മുഹമ്മദിന്റെ ഒരു ബംഗാളിയായ, അടക്ക ഒതുക്കമുള്ള പണിക്കാരനായ അള്ളാഹു പറയാണ്, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതിലും കൂടുതൽ എങ്ങനെ സത്യം? ലോകത്തിൽ ഏതെങ്കിലും ഒരു മതം, ആ മതത്തിൽ ഒരാൾക്ക് നാശം എന്ന് പറഞ്ഞോണ്ട് ഇവിടെ അള്ളാഹു പറഞ്ഞ് 1400 വർഷം മുമ്പ് അള്ളാഹു പറയാണ്, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. നിങ്ങൾ ഇന്ന് ലോകത്ത് എവിടെ നോക്കിക്കോളൂ, ഈ നമസ്കരിക്കുന്ന ആളുകൾ എവിടെയുണ്ടോ അവിടെ നാശമാണ്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവചനത്തിന് അപ്പുറം കാര്യങ്ങൾ മുന്നോട്ട് പോയിന്നുള്ള കാരണം മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ നമസ്കരിക്കുന്നവർക്ക് നാശമെന്നേ അള്ള പറഞ്ഞില്ലെങ്കിൽ നമസ്കരിക്കുന്നോടത്തുള്ള മറ്റു മനുഷ്യർക്കും നാശമാണെന്ന് ചരിത്രം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇപ്പൊ ശരിയായിരിക്കും. ഈ ഖുർആന്റെ കാര്യം അതാണ്. നമുക്ക് അപ്പോഴൊന്നും മനസ്സിലാവില്ല. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴാണ് പുതിയ പുതിയ അർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് ഉസ്താദ്മാർ പറഞ്ഞത് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനത് വായിച്ചപ്പോൾ മനസ്സിലായി, ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൽ വലിയ വലിയ വിവരക്കേടുകൾ നമുക്ക് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അതിന്റെ പ്രാവശ്യം വായിക്കുമ്പോഴാണ് പുതിയ പുതിയ അർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് ഉസ്താദ്മാർ പറഞ്ഞത് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനത് വായിച്ചപ്പോൾ മനസ്സിലായി, ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൽ വലിയ വലിയ വിവരക്കേടുകൾ നമുക്ക് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അതിന്റെ അർത്ഥവ്യാപ്തിയാണത്. ഇവിടെ അള്ളാഹു പറയും, ഇപ്പൊ ഫലസ്തീനിൽ നോക്കൂ, 70,000 ആളുകൾ, കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെട്ടു. എന്താ കാരണം? ആരാണ്? അവിടെ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിൽ നിന്ന് പല്ല് പറിക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളെ കുണ്ടന്മാരെ പറഞ്ഞു വിട്ടു. സിംഹം എന്ത് ചെയ്തു? അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാ കാരണം? നമസ്കരിക്കുന്ന ഒരു കാരണം ഫലസ്തീനിൽ മാത്രമല്ല, ലബനോനിലുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇറാനിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? സിറിയ ക്രിസ്ത്യാനികളുടെ ഒരു സമ്പന്നമായ രാജ്യമായിരുന്നു, ജീവിക്കാൻ പറ്റുന്നുണ്ടോ? മുസ്ലിങ്ങളുള്ള ലോകത്ത് എവിടെയാണ് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നത്? ഈ കാര്യം സത്യസന്ധമായി അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഫവൈലുല്ലിൽ മുസല്ലി, നമസ്കാരക്കാർക്ക് നാശം. ദൈവമില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സത്യമതം
മുസ്ലിങ്ങൾക്ക് നാശമെന്ന് വ്യക്തമായി പഠിപ്പിച്ച മതം. ഈ സത്യം ഇവിടെ ഇങ്ങനെ തീരുന്നില്ല. സത്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാം കൂടെ എല്ലാ സത്യവും കൂടെ ഒന്നിച്ച് താങ്ങാവുന്നതുകൊണ്ട് ഞാൻ എല്ലാ സത്യവും ഇപ്പൊ പറയുന്നില്ല. ബാക്കിയുള്ള സത്യം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. എങ്ങനെയുണ്ട്? ഇസ്ലാം എന്താണ് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കാൻ ശ്രമിച്ചാൽ അവൻ മതം വിടുകയല്ലാതെ മറ്റു മാർഗമില്ല. മതം വിട്ടിട്ട് മിണ്ടാതിരിക്കാനും പറ്റില്ല. ഈ മതത്തിന്റെ മാനവിക വിരുദ്ധതകൾ ലോകത്തെ അറിയിക്കാൻ അവൻ ഒരു മാനവികനായി മാറും. അതിനു വേണ്ടി ഒരു ജനാധിപത്യ വിശ്വാസിയായി മാറും. അതിനു വേണ്ടി ഇവരുടെ തീവ്രവാദാശയങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ജീവിതത്തിൽ വലിയ മുൾക്കിരീടമെടുത്ത് തലയിൽ വെക്കാൻ അവർ തയ്യാറാകും. കാരണം നമ്മൾ രക്ഷപ്പെട്ടതുപോലെ അനേകായിരങ്ങൾ പെട്ടുകിടക്കുന്ന ഈ അന്ധകാരത്തിൽ നിന്ന് മറ്റുള്ളവരെ മോചിപ്പിക്കേണ്ടുന്ന ഒരു വലിയ ബാധ്യത നമുക്കുണ്ടല്ലോ എന്നവർ മനസ്സിലാക്കും. മതം വിട്ടവനെ കൊല്ലാൻ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലായിരിക്കും ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിൽ അവസാന താണിയടിക്കുന്നത്. ഇസ്ലാമിന്റെ മൂക്കിൽ പഞ്ഞി വയ്ക്കുന്ന അവസാനവും ആദ്യവുമുള്ള രീതി അല്ലെങ്കിൽ പ്രോസസ്സ് കേരളത്തിലായി. ഇവര് മതം വിട്ടവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഇവർ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് വാസ്തവങ്ങൾ ഉണ്ടായിരുന്നു. ഈ മതം തലയ്ക്കു പിടിച്ച മന്ദബുദ്ധികള് എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ ഈ മതത്തെ വളർത്താൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നത്? എത്ര വിവരക്കേടുകളായി ഇവർ ഈ പറയുന്നത്. ഈ മതത്തിലേക്ക് അങ്ങ് ചെന്ന് കേറിയാ മതി കേട്ടോ. അയ്യോ, യുക്തിയും ബുദ്ധിയും ഒക്കെ കവിഞ്ഞങ്ങോട് ഒഴുകും. അടുത്തത്, ഈ ഭർത്താക്കന്മാര് പെടുന്ന ഒരു സമയം ഞാൻ പറഞ്ഞേരട്ടെ. ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാതെ ഭാര്യമാർക്ക് ജോലി ഉണ്ടാവുന്ന ഒരു സമയത്ത്, അങ്ങനെയല്ലേ? അപ്പൊ പിന്നെ ആ വീട്ടില് ഭാര്യയുടെ അധികാരമായിരിക്കും. അത് ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ചാടിച്ചു. സ്ത്രീകളുടെ കയ്യിൽ അധികാരമേൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് അങ്ങനെ വരും. ഈ പയ്യനാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ കുറെ നാളുകളായിട്ട് ഇവന്റെ റീലുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് എന്താ പറയാ, നല്ല ഒരു അഭിപ്രായമായിട്ടല്ല പോകുന്നത്. പലരും തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ വീഡിയോകളൊക്കെ കൊണ്ടുപോയി ഷെയർ ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും. എനിക്ക് പറയാനുള്ളത്, ഇവനെ ഏതെങ്കിലും എവിടെയെങ്കിലും പഠിക്കുന്ന ആളാണെങ്കിൽ ഇവന്റെ പണ്ഡിതന്മാരൊന്ന് സൂക്ഷിക്കണം. ഇവനെ പോലുള്ള ഈ അരമുറി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ മാതിരി വിടുവായത്തരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ആ ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർ ഈ തൊപ്പിയും വെച്ചിട്ട് ഈ മതത്തിന്റെ പേരിലാണ് ഇവർ ഈ വിളിച്ചു പോയി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇവനെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരോ ഉണ്ടെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ സൈസ് എന്റെ പൊന്നു സുഹൃത്തെ, അത് ഇവന്റെ കുഴപ്പമല്ല. ഇത് വന്നത് നമ്മുടെ മതപുസ്തകത്തിൽ നിന്നാണ്. സ്ത്രീകളെ ജോലിക്കു വിടരുത്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്, പെണ്ണിനെ അധികാരമേൽപ്പിക്കരുത്. അങ്ങനെയുള്ള ജനത മുടിഞ്ഞു പോകുമെന്ന 6-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നബിയണ്ണൻ പഠിപ്പിച്ചതാണ്. സൗദി സുഗണൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ല. 1 തരം, 2 തരം, 3 തരം. തലച്ചോറ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത്. ലിംഗചിന്തകർക്കു മാത്രമാണ് സൗദി സുഗണന്റെ മതത്തിലേക്ക് സ്വാഗതമായിട്ടുള്ളത്. ഇവനറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാതിരിക്കുക. ഇവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കാണ്. ചില ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. കാരണം ഈ പിള്ളേര് സ്വന്തമായിട്ട് പറയുന്നതാണോ? മതം പഠിക്കുന്നു എന്ന വ്യാജേന ഒരുത്തം വന്ന് പറയുന്നു, ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാൽ അവന്റെ തലയെടുക്കുന്ന നിയമം, അവന്റെ കയ്യും കാലും വെട്ടിയെടുക്കുന്ന നിയമം ഇസ്ലാമിൽ കൊണ്ടുവരണം, ഇന്ത്യയിൽ കൊണ്ടുവരണം. അത് നിയമമായി വന്നാൽ മാത്രമേ ഇസ്ലാമിസ്റ്റുകൾക്ക്, മുസ്ലിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റൂ എന്നാണ് ഒരു കൊടും ഭീകരൻ പറയുന്നത്. വേറെ ഒരു പെണ്ണ് വന്നിട്ട് ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാനെ ഒന്നും ചെയ്യരുത് എന്ന് വന്ന് പറയുന്നു. അപ്പോ പെണ്ണിനെ അധികാരമേൽപ്പിക്കരുതെന്നും സ്വന്തം രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പാടില്ല എന്നും പറയുന്നത് ആരാ? പെണ്ണിനെ പണിക്ക് വിടരുത്, പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കരുത്. ഇത്തരം നികൃഷ്ടമായിട്ടുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ വച്ച് പുലർത്തുന്നത് ആരാണെന്നറിയാമോ? ഞമ്മന്റെ സ്വന്തം ആളുകൾ.
കുടുംബത്തിന്റെ പുരോഗതി സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലബാർ ഏരിയകളിലൊക്കെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ MPhilഉം PhDയും PGയും ഒക്കെ എടുത്ത വിദ്യാർത്ഥിനികൾ തന്നെ ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ അവസരം ലഭിക്കാതെ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. വിവാഹത്തിന്റെ സമയത്ത് നീ ജോലിക്ക് പോകേണ്ട എന്ന് മാതാപിതാക്കൾ അവരോട് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീ ജോലിക്ക് പോകേണ്ടതില്ലേ? ഇസ്ലാം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വീടിന്റെ ഉള്ളറയാണ് സ്ത്രീക്ക് ഉത്തമം എന്ന ഹദീസ് ഇതിനോട് എങ്ങനെ കൂട്ടി വായിക്കാം? ജോലി അതേപോലെ തന്നെ കുടുംബം, ഈ രണ്ടിന്റെ ബാലൻസിംഗ് ആണ് ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിന് ജോലി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. സൂപ്പർ മറുപടി. എന്തിന് ജോലി? നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നമ്മുടെ വളർച്ചക്ക് ജോലി ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു സാമൂഹ്യ ക്രമത്തിന്റെ സൃഷ്ടിയാണ്. സത്യത്തില് ജോലി കുടുംബം എന്ന് വെച്ച് നോക്കുമ്പോൾ കുടുംബത്തിലെ യഥാർത്ഥത്തിലുള്ള ദൗത്യം നിർവഹിക്കാൻ പെണ്ണിന് കഴിയുകയാണെങ്കിൽ അവൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സേവനമാണ്. ആ സേവനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില കുറച്ച് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഗതികേട്. അവിടെയാണ് ഇസ്ലാം പറയുന്നത് ആ സേവനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ഒരു പെണ്ണ് ഒരു 10 കൊല്ലം ജോലി ചെയ്തു, അതുകൊണ്ട് അവൾ സമ്പാദിക്കുന്നു, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു വിചാരിക്കുക. ഈ സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു 10 കൊല്ലം എടുത്ത് ഒരു പെണ്ണ് 2 or 3 കുട്ടികളെ അവർ മാനസിക ആരോഗ്യമുള്ളവരായി വൈകാരിക ആരോഗ്യമുള്ളവരായി വളർത്തിക്കൊണ്ടുവരാന്നുള്ളത്. അതിന്റെ പ്രാധാന്യം വളരെ മനസ്സിലായോ? 5-10 വർഷം കൊണ്ട് ജോലി ചെയ്ത് എത്ര സമ്പാദിച്ചു എന്നതിനേക്കാൾ എത്ര പെറ്റുപോറ്റി എന്നതാണ് പ്രധാനമെന്ന്. വളരെ അടിസ്ഥാനപരമാണ്. അപ്പൊ അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോലി എന്നുള്ളത് പെൺമക്കെതിരാണ്, അതേപോലെ തന്നെ പ്രകൃതിക്കും എതിരാണ്. കാരണം ജോലി എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, ചെയ്യുന്നതിന് ഇസ്ലാം എതിരല്ല. പക്ഷെ അടിസ്ഥാനപരമായി പ്രകൃതി കൊടുത്ത ദൗത്യം പെണ്ണിനെ സാമ്പത്തികമായി സ്വാശ്രയത്വമാണ് നിങ്ങൾ പറയുന്ന സംഭവം. ആ സാമ്പത്തിക സ്വാശ്രയത്വം എന്നുള്ളത് ഏതൊരു തലത്തിലാണ്? ആണ് സംരക്ഷിക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരു സ്വയം പര്യാപ്തതെങ്കിലും പ്രശ്നം വരണുള്ളൂ. അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്റെ പുരുഷൻ സംരക്ഷിക്കാത്തൊരവസ്ഥ വന്നാൽ പോലും അവൾ അനാഥമാകുന്ന അവസ്ഥ വരണില്ല. കാരണം അവളുടെ ആങ്ങളമാർക്ക് ഉത്തരവാദിത്വമുണ്ട്, അവളുടെ പിതാവിന് ഉത്തരവാദിത്വമുണ്ട്, അവരുടെ അടുത്ത ആൺബന്ധുക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് അവളെ കാര്യങ്ങൾ നോക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിലിനേക്കാളും ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംശയം. ഭർത്താവില്ല, സഹോദരനില്ല, പിതാവില്ല, പ്രായപൂർത്തിയായ ആൺമക്കളുമില്ല. ഒരു നഫീസുമ്മായെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നമ്മൾ കണ്ടിരുന്നില്ലേ? 3 പെൺമക്കൾ, ഭർത്താവ് മരിച്ചുപോയ ആ സ്ത്രീ ഇവരെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുവിൽ ആ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പോൾ ആ മക്കൾക്ക് തോന്നി ഉമ്മായെ ഒന്ന് പുറം ലോകം കാണിക്കണം. മണാലിയിൽ കൊണ്ടുപോയി മഞ്ഞുവാരി ഒരു റീൽസ് എടുത്തു. മഞ്ഞുവാരി ഒരു റീൽസ് എടുത്തു. അപ്പോഴേക്ക് ഒരു ഉസ്താദ് വന്നിട്ട്, ഭർത്താവ് മരിച്ചൊരു വല്ലുമ്മ മൂലക്കിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലേണ്ടതിന് പകരം മണാലിയിൽ പോയി മഞ്ഞുവാരി കളിക്കുന്നു. ആ സ്ത്രീ വീട്ടുജോലിക്ക് പോയത് കൊണ്ടും വിവിധ ജോലികൾ ചെയ്തതുകൊണ്ടുമാണ് ആ സ്ത്രീക്ക് മക്കളെ പഠിപ്പിക്കാൻ പറ്റിയത്, മക്കളെ കെട്ടിച്ചയക്കാൻ പറ്റിയത്, മക്കളെ സ്വയം പര്യാപ്തരാക്കാൻ പറ്റിയത്. ആ സമയത്ത് അവർക്ക് സഹോദരനില്ല, ഭർത്താവില്ല, ആൺമക്കളില്ല. അവരെന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഇടുങ്ങിയ ചിന്താഗതിക്കാരെ 6-ാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടണം. പിന്നെ കുടുംബത്തിന് തന്നെ. പക്ഷേ കുടുംബത്തിന്റെ തലത്തിൽ ഒരു വിവാഹം കഴിയുന്നതോടുകൂടി ഈ ജോലി എന്തെങ്കിലും സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ അവസാനിപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. കുടുംബത്തെ, കുട്ടികളുടെ ആരോഗ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്ന രൂപത്തിൽ അതായിക്കൂടാ എന്നുള്ളതാണ്. അപ്പോ പിന്നെ ജോലി എന്നുള്ളത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്തു എന്നുള്ളത് കൊണ്ട്, പഠിച്ചു എന്നുള്ളത് കൊണ്ട് ജോലി ചെയ്തു കൊള്ളണം എന്നുള്ള നിർബന്ധവും ഇല്ല. കാരണം പഠിക്കുന്നത് കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്വയം ഉയർച്ചക്കാണ് പഠനം, അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പഠനം, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് പഠനം. ഇതിനെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും. മാത്രമല്ല പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ ഒരു മാതൃത്വം എന്നുള്ള ഉത്തരവാദിത്വം എല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ പരിമിതമാണ്. അതിനുശേഷവും സാമൂഹ്യ ഇവര് 3-4 പെറ്റ് ഒരു 10 വർഷം കൊണ്ട് 5 പെറ്റ് പോറ്റി വളർത്തിയാൽ സമൂഹത്തിന്റെ ഉന്നതിയല്ലേ, രാജ്യത്തിന്റെ പ്രൗഢിയല്ലേ? പറയാനുണ്ടോ? അങ്ങനെ സേവിക്കാൻ. ശരി.
ഒരുപാട് കാലങ്ങളും അവസരങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ചുരുക്കം ഇതാണ്, ഇസ്ലാം ഒരിക്കലും വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ജോലി ചെയ്യുന്നത് കുടുംബത്തിനെതിരാകാത്രത്തോളം കാലം ഇസ്ലാം അനുവദിക്കുന്നു ചെയ്യുന്നുണ്ട്. പക്ഷെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ചില പിന്നോക്കാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. അൽഹംദുലില്ലാ ഇപ്പൊ ഖുർആന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെ സമുദായം മുന്നോട്ട് വന്നപ്പോൾ പെൺവിദ്യാഭ്യാസവും ആൺവിദ്യാഭ്യാസവും നല്ല നിലക്ക് നടക്കുന്നുണ്ട്. അതില് പെണ്ണുങ്ങളാണ് കുറെ കൂടി മുന്നിൽ. ശരിയാണ് കേട്ടോ. വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യമുണ്ടല്ലോ. ഉസ്താദ് തന്നെ പറയട്ടെ. എന്റെ മോള് +2 പഠിക്കാണ്. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയാവും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് 100 ദിവസം നിസ്കരിക്കാൻ പറ്റൂല. മറ്റു മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അങ്ങനെ എന്നെ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവ് കിട്ടുമെന്നറിയ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടികളെ +2 ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോന്ന് അള്ള ചോദിക്കുക. നിന്റെ കുട്ടി 100 സ്കരിച്ചോ SSകരിച്ചോ നിന്നോട് ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള, മതം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടറും എഞ്ചിനീയറും നമുക്ക് വേണ്ട. മനസ്സിലായോ? അതാണ്. അപ്പോ പിന്നെ എങ്ങനെയാണ് അല്ലേ ഇസ്ലാം വളർത്താതിരിക്കുക? പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക അല്ലേ? ഇതാണ്. ഒന്നാമതായിട്ട് എനിക്കെന്റെ കുരു പൊട്ടുന്ന തീവ്രവാദി മുസ്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇതെന്റെ ലൈവാണ്. താല്പര്യമുള്ളവർ നിന്നാ മതി. ഇവിടെ വന്നിട്ട് എന്നെ മതം പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോ എന്നോട് സംസാരിച്ചേ പറ്റൂ എന്ന് നിർബന്ധമുള്ളവർക്ക് ഇവിടെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്, വിളിക്കാം. എല്ലാവരെയും നിങ്ങൾ പഠിച്ചറിഞ്ഞ മതം അങ്ങ് പഠിപ്പിച്ച് ഞങ്ങളെയൊക്കെ ഇസ്ലാമിലേക്ക് ആക്കിയിട്ട് പോയൊരു മൂലക്കിരുന്നു. ഓക്കെ, അല്ലാതെ ഇവിടെ വന്നിട്ട് വല്ലാതെ മതം വാരി വിതറണ്ട കേട്ടോ. എന്റെ ആശയം ഇതാണ്. താല്പര്യമുള്ളവര് നിന്നാ മതി. എല്ലാവരും കേൾക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഇവരുടെ ഈ തീവ്രവാദത്തെ കർശനമായി എതിർക്കുന്നത് എന്ന് ഇപ്പോ കുറച്ചാളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടല്ലോ. മോഡി വന്ന മുസ്ലിങ്ങളെ എല്ലാം ചുട്ടുകൊല്ലുമെന്നല്ലേ പറഞ്ഞത്? ഇതുവരെ നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇതിൽ കൂടുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളെയൊക്കെ ചുട്ടുകൊല്ലുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോഴെവിടെ പോയി എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകർ. കൂടുതൽ കോൺഗ്രസ് മോഡി വന്ന മുസ്ലിങ്ങളെ എല്ലാം ചുട്ടുകൊല്ലുമെന്നല്ലേ പറഞ്ഞത്? ഇതുവരെ നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇതിൽ കൂടുതൽ കോൺഗ്രസ് വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ. അപ്പൊ ശരി, നിങ്ങൾ ഒരു ബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ മുന്നിലുള്ള എക്സാമ്പിൾസ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? അവിടെ നിങ്ങൾക്ക് മറ്റെന്തോ താല്പര്യമാണ്. അപ്പൊ ഈ രാജ്യത്ത് ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട് പുറത്ത്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കൈകാര്യം. ഞാൻ കേരളത്തിൽ ഏറ്റവും ശക്തമായ മോഡിനെ എതിർത്ത ആൾ ഞാനാണല്ലോ. RSS എതിർത്ത ആൾ ഞാനാണ്. എന്റെ ആദ്യത്തെ ടെലിവിഷൻ ഡിബേറ്റുകൾ എടുത്തു. ഞാൻ എന്തുകൊണ്ടും പറയും, മോഡിയുടെ 5 വർഷങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാ. നമ്മുടെ കാലത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മളത് മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്നുള്ളത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ RSS സ്വയം നീക്കുപോക്കിന് ശ്രമിക്കുന്നതൊക്കെ ഉണ്ട്. അല്ല നിലനിൽപ്പ് പ്രശ്നത്തിലാവുന്ന അവർക്കറിയാം. പക്ഷെ അവരുടെ ആ വിഷം ഉണ്ടല്ലോ, ഒരു സമൂഹത്തെ മൊത്തം വഴിതെറ്റിക്കുന്ന വിഷം, അതിന്റെ തീവ്രത കൂടി വരികയാണ്. ഈ വിഷത്തെയാണ് നമ്മളും എതിർക്കുന്നത്. ഈ വിഷം ഇവരിങ്ങനെ വാരി വിതറുമ്പോൾ അത് കുറച്ച് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെങ്കിലും ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മളും ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഇന്ന് ഒരുപാട് മുസ്ലിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് അവർക്ക് മനസ്സിലായി.
എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ മാത്രം ഈ രൂപത്തിൽ തീവ്രമായി ചിന്തിക്കുന്നത്? ഇവരുടെ ഈ ചിന്താഗതി, തീവ്രത, ഇവര് മാത്രമേ ഇവിടെ പാടുള്ളൂ എന്ന രൂപത്തിലുള്ള ഇവരുടെ ഈ ഭീകരത കാരണമല്ലേ ഇവർ വിമർശിക്കപ്പെടുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലായി. അടുത്തൊരു പ്രതികരണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെ മതഗ്രന്ഥത്തിൽ പലതും വന്നിട്ടുണ്ടോ? അതിപ്പം സബാഷൻ പുന്നക്കല് ചർച്ച ചെയ്യുമ്പോൾ എടുത്ത് ചർച്ച ചെയ്ത വലിയ പ്രശ്നം അത് ആ കോണ്ടക്സ്റ്റ് പറഞ്ഞത്. അറബികളെ സംസ്കാര ചിത്തരാക്കണമെങ്കിൽ നമ്മളെ നാരായണഗുരു ചെയ്ത പോലെ ഉപദേശം കൊണ്ടുവന്ന് നടക്കിയല്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ഈഴവ ശിവനെ ഈഴവ ശിവൻ അദ്ദേഹം പറഞ്ഞില്ല, നമ്മുടെ ശിവനോ, അതുകൊണ്ടും നടക്കിയല്ലോ. അവർക്ക് ചില ഈ കടമനായ അറബികൾക്ക് അവരുടെ ചില വീക്ക് പോയിന്റുകളുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മളെ വിശ്വാസം പഠിച്ചാണ് ഇറക്കി കൊടുക്കുന്നത്. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുമ്പോൾ അത് പ്രവാചകന്റെ ഉൾവിളികളാണ്, തോന്നലുകളാണ്. അപ്പൊ അതില് ഇപ്പം ഇസ്ലാമിൽ നിങ്ങൾ നോക്കൂ, നമ്മളെ പറ്റി ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ഇഷ്ടംപോലെ പെണ്ണ് കിട്ടാന്നുള്ളതല്ലേ. ഖുർആൻ എന്താ വന്നിരിക്കുന്നത്? 2 സ്ത്രീകൾക്കിടയിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള തുല്യത ഉറപ്പുവരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപോലെ നോക്കണം. ഒരുപോലെ നോക്കണം. അത് ശാരീരിക മാനസികമായ തുല്യതയാണ് അതിന്റെ. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും കൂടി വിവാഹം കഴിക്കരുത്. ലോകത്ത് ഏതെങ്കിലും പുരുഷൻ 2 സ്ത്രീകൾക്കിടയിൽ തുല്യത ഉറപ്പുവരുത്താൻ പറ്റും? അങ്ങനെ കെട്ടരുതെന്നാണ്. പക്ഷെ കെട്ടരുത് എന്ന് പറഞ്ഞാൽ അറബികൾ എന്ത് ചെയ്യും? പിന്നെ മുമ്പരമായി ചെയ്യില്ല. അതുകൊണ്ട് അല്ല, അവിടെയും പ്രശ്നമുണ്ട്. ഇത് അറബികൾക്കു വേണ്ടി മാത്രം ഇറങ്ങിയ പുസ്തകമല്ലല്ലോ, അല്ലേ? പിന്നെ ശ്രീ അസ്കറുമായിട്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട്, ചാനലുകളിലൊക്കെ ഞങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അല്ല, ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിനു മാത്രം പരിമിതമായി ഇറക്കിയതാണെങ്കിലല്ലേ നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കൂ, അല്ലേ? ലോകാവസാനം വരെ നിലനിൽക്കുന്ന ജനതയ്ക്ക് എന്തു വേണം എന്ന് അള്ളാഹു കൃത്യമായിട്ട് വാരിയും കോരിയും കൊടുക്കേണ്ടതിന് പകരം അറബികളുടെ വീക്ക് പോയിന്റ് ആണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് നിങ്ങൾ 4 കെട്ടിക്കോ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സയന്റിഫിക്കായിട്ടാണ് ചെയ്തത്. പിന്നെ 2 ഈ ഹൂറികളെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അറബികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിതം നയിച്ചത്. ഞങ്ങൾ തന്നെ അതിനെ പറഞ്ഞ ജാഹിലിയ കാലഘട്ടം എന്നാണ്. ആ കാലഘട്ടത്തെ ഖുർആൻ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾക്കു വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകമല്ലല്ലോ. അപ്പോൾ അതും ശരിയല്ല. ഒന്നുകിൽ ഇങ്ങനെ ഒരു കാലഘട്ടം വരും എന്ന് അള്ളാഹുവിന് അറിയില്ലായിരുന്നു, അതല്ലെങ്കിൽ അറബികൾക്കു വേണ്ടി മാത്രം ഇറങ്ങിയ പുസ്തകമാണിത് എന്ന് സമ്മതിക്കേണ്ടി. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം, ഇവർക്ക് തലയ്ക്ക് സുഖമില്ലാത്ത ടീമാണ്, ബുദ്ധിയില്ല, ലിംഗം കൊണ്ട് ചിന്തിക്കാനാണ് 6-ാം നൂറ്റാണ്ടിലെ ഒരു നബി അണ്ണൻ പഠിപ്പിച്ചത്. ഗോഡ്സെയാണ് ഗാന്ധിയെ വധിച്ചത് എന്ന് തന്നെ പഠിപ്പിക്കണം. അത് മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഗാന്ധി വധത്തിന് കാരണക്കാരായ ഗംഗാധർ ദണ്ഡേവാദെ, ഗംഗാധർ യാദവ്, സൂര്യദേവ് ശർമ്മ എന്നിങ്ങനെ ഗാന്ധി വധക്കേസിലെ ഈ 3 പ്രതികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുകൂടെ പഠിപ്പിക്കണം. അതിൽ തന്നെ ഗംഗാധർ ദണ്ഡെ ഗോഡ്സെയ്ക്ക് ഗാന്ധിയെ വധിക്കാനുള്ള തോക്ക് സംഘടിപ്പിച്ച് നൽകിയ ആളാണ്. ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ എന്ത് നടപടിയാണ് എടുത്തതെന്നോ, ആരാണ് ഇന്ന് ചിന്തിക്കുന്ന ജനതയാണുള്ളത്. കണ്ടോ, ഏത് കാലത്ത് കഴിഞ്ഞതിനെ സംബന്ധിച്ചും ഈ കാലത്ത് നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ നൽകേണ്ടി വരും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ നിയമം തന്നെയാണ് ഇന്നും വേണ്ടത് എന്ന് നിർബന്ധം പിടിക്കും. ആ നിയമം തന്നെ ഞങ്ങൾക്ക് എല്ലാ കാലത്തും പിൻപറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ചോദിക്കും. ഈ ലിംഗമതക്കാർക്ക് കണ്ടോ, ഞാനൊരു തട്ടം തലയിലിട്ടപ്പോൾ അവര് മതമായിട്ട് അതിനെ തെറ്റിദ്ധരിച്ചു. കാരണം എന്താ? ബുദ്ധി കൊണ്ടല്ല ചിന്തിക്കുന്നത്. ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ ആളുകള്, സ്ത്രീകള് തലയിൽ തട്ടമിടാറില്ലേ? എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടും. നിങ്ങളുടെ കുരു പൊട്ടിക്കാനും എനിക്ക് തട്ടമിടാമല്ലോ. എന്റെ തട്ടം മതത്തിന്റെ തട്ടമല്ല എന്ന് തിരിച്ചറിയാൻ ഒരു വിവേകമുള്ളവൻ അത് ചോദിക്കൂ. വായിലു മതം, വാക്കുകളിൽ മതം, പ്രവൃത്തികളിൽ മതം, തടിയിൽ മതം, താടിയിൽ മതം, ചന്തയിൽ മതം, ചിന്തയിൽ മതം, സംസാരത്തിൽ മതം, വസ്ത്രത്തിൽ മതം, സ്കൂളിൽ മതം, കോളേജിൽ മതം, കച്ചവട സ്ഥാപനങ്ങളിൽ മതം, കഴിക്കുന്ന ഭക്ഷണത്തിൽ മതം, സ്ഥാപനങ്ങളിൽ മതം, മാംസത്തിൽ മതം,
ആണിന്റെയും പെണ്ണിന്റെയും കാലിനിടയിൽ വരെ മതം തിരികെ കയറ്റുന്ന ആളുകൾ മലദ്വാരത്തിൽ ഇടിച്ചു കയറ്റി പിഴിഞ്ഞെടുക്കുന്ന സ്വർണത്തിന് ഹലാൽ എന്ന് പറയുന്ന മതം. സ്ത്രീകളുടെ ഉമ്മറത്ത് കയറ്റിയിട്ട് തിരിച്ചെടുക്കുന്ന സ്വർണത്തിന് ഹലാൽ സ്വർണം എന്ന് പറയുന്ന മതം. അപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഊക്ക് വാങ്ങിച്ചു കൂട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇത് നമ്മൾ കാരണമാണെന്ന്. നമ്മൾ വാരി വിതച്ചതാണ് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ബെഡ്റൂമിൽ വരെ മതം, മഞ്ഞപ്പൊടിയിലും ഓണക്കമീനിലും കാണ്ടത്തിലും വരെ മതം. സ്വർഗത്തിലെ സാങ്കല്പിക ഹൂറികളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളെ ട്രോളുവാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഇത്രയും ലൈംഗിക ചിന്തക്കാരായി പോയല്ലോ നിങ്ങൾ. അതുകൊണ്ട് ഇസ്ലാമിനെ മൊഴി ചൊല്ലി 3 തൊലാഖല്ല 3000 തൊലാഖ് ചൊല്ലി ഇസ്ലാമിന്റെ ഗോത്രീയതയെ അറിയുന്ന ആളുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലേക്ക് രക്ഷപ്പെട്ടു പോകും ഈ വൃത്തികെട്ട മതചിന്തകളിൽ നിന്ന്. മതകുപ്പായങ്ങളും മതപുസ്തകങ്ങളും ഊരിയെടുത്ത് ഇറാനികൾ പബ്ലിക്കിലിട്ട് കത്തിക്കുന്നത് പോലെ കത്തിച്ചിട്ട് മനുഷ്യനായി സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കും. എന്നിട്ട് ഇവർക്ക് ഏതെങ്കിലും ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇവരെ പോലെ മതേതരന്മാര് വേറെയില്ല, നിങ്ങളുടെ ഈ കള്ള അഭിനയവും കാപട്യവും ഒക്കെ അങ്ങ് വെച്ചോ. ഇനിയും ഈ കേരളത്തിലെ മതേതര വിശ്വാസികളെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മതേതരത്വം പറഞ്ഞ് അവരെ കബളിപ്പിക്കാനും പറ്റിക്കാനും പറ്റില്ല. ഞങ്ങളത് സമ്മതിക്കില്ല. നിങ്ങൾ എന്താണ്, സ്ക്രീനിനു മുമ്പിൽ നിങ്ങൾ എന്താണ്, സ്ക്രീനിനു പിന്നിൽ നിങ്ങൾ എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് വിചാരിച്ചാൽ മതി. ഇവര് മതം പറയും, പ്രചരിപ്പിക്കും. ഇവരുടെ മതത്തെ ആരും പറയാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. അതിന് നിങ്ങളിത് പാകിസ്ഥാനിൽ ചെന്ന് പറയാം. സിറിയയിലും അഫ്ഗാനിലുമൊക്കെ നിങ്ങൾക്കിത് പറയാൻ പറ്റും. എല്ലായിടത്തും എടുത്ത് ചെലവാക്കാൻ ശ്രമിക്കല്ലേ കാക്ക, നടക്കില്ല. ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് ഇന്നും ഇന്നലെയുമല്ല. മുഖം ഒരാളുടെ ഐഡന്റിറ്റി ആണല്ലോ. ഞാൻ വരുന്ന ചോദ്യം എന്താ ഇപ്പൊ തന്നെ വക്കീൽ മനസ്സിലായി കാണും. കാരണം മുഖമില്ലാതെ ഇപ്പൊ വക്കീൽ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴാണ് ഞാൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടാണ്. നമ്മൾ തന്നെ നാട്ടിലൊക്കെ പറയൂലേ, കണ്ണി നോക്കി പറയണ കാര്യങ്ങൾ അല്ലെ മുഖത്ത് നോക്കി പറയണ കാര്യങ്ങൾ എന്ന് പറയും ഇല്ലേ, കൊളോക്കിയലായിട്ട് നമ്മൾ അങ്ങനെ പറയും. അപ്പൊ ഈ നിഖാബ് എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ ഐഡന്റിറ്റിയെ തന്നെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു സംവിധാനമല്ലേ? 2 ദിവസം മുമ്പ്, 2 ദിവസമല്ല, ഒരു 4-5 ദിവസം മുമ്പ് രാത്രി ഒരു 10 മണിക്ക് എന്റെ വീട്ടിലേക്ക് 2-3 സാമൂഹ്യ പ്രവർത്തകർ വന്നു. മുസ്ലിം ലീഗിന്റെ എന്റെ പ്രദേശത്ത്, ഞാൻ ലീഗല്ല, അവർ വന്നു. അത് കാര്യം എന്ന് വെച്ചപ്പോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വക്കീൽ അറിഞ്ഞിട്ടില്ല ചോദിച്ചു. വളരെ ഇപ്പൊ കാണുന്നവരാണ്, പള്ളിയിലൊക്കെ കാണുന്നവരാണ്. പക്ഷെ എന്തെന്ന് അല്ല, ഒരാൾ ഇയാളുടെ പെങ്ങളും മോളും ഒരാളോട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് സംഗതി? അപ്പൊ 19 വയസ്സുള്ളൊരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉമ്മയെ മന്ത്രവാദം നടത്താൻ വേണ്ടി വന്ന ഒരു 48 വയസ്സുള്ള ഒരാളും കൂടെ പോയി. അയ്യോ, എന്നിട്ടോ അല്ല ചാനലുകളിൽ നമുക്ക് വിളിച്ചിട്ട് നമുക്ക് വാർത്ത കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവൻ എന്നോട് പെങ്ങളെ കൂടി അല്ല അതെന്താ ഫോട്ടോ കൊടുത്തിട്ട് കാര്യമില്ല, അവള് മുഖം മൂടി ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളായി. ഇതാണ് പ്രശ്നം. നമ്മൾ ഒരാളെ കാണുന്നില്ല എന്ന് വിചാരിക്കുക, ഒരാളെ മിസ്സിംഗ് ആയി, മാൻ മിസ്സിംഗ്. പിന്നെ KP ആക്ട് 48കാരൻ തട്ടിക്കൊണ്ടുപോയ അല്ലെങ്കിൽ അവന്റെ കൂടെ ചാടിപ്പോയ 19കാരിയുടെ ഫോട്ടോ ഇട്ടിട്ട് ആളെ കാണാനില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? നാളെ അവൾ ഈ അപ്പിക്കുപ്പായം എടുത്ത് മോന്ത മിറച്ചാൽ എന്ത് ചെയ്യുമെന്ന്. എന്തു വലിയ ഭൗതികമായിട്ടുള്ള ചിന്താഗതിയാണെന്ന് നോക്കിക്കേ. ഈ വേഷം എന്തിനു വേണ്ടി ആരുപയോഗിക്കുന്നു, ആര് യൂസ് ചെയ്യുന്നു, ആര് മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ തട്ടം കണ്ടാൽ നിനക്ക് പേടി തോന്നുന്നുണ്ടോ? തട്ടം കാണുമ്പോൾ പേടി തോന്നുന്നു എന്ന് കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഒരു അധ്യാപകരും പറഞ്ഞിട്ടില്ല.
മറിച്ച് പ്രീ കെ ജി കുട്ടികൾ ഇവരെല്ലാവരും കൂടി രാവിലെ സ്കൂള് വളഞ്ഞപ്പോൾ ആ കുട്ടികളും ഭയന്നു, ആ കുട്ടികളുടെ മാതാപിതാക്കളും ഭയന്നു. പോകുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാ, സ്കൂള് വളഞ്ഞത് SDPI-ക്കാരാ. അതുകൊണ്ട് മക്കൾ അതിനകത്തുണ്ടെങ്കിൽ സ്വാഭാവികമല്ലേ പേടിക്കുക എന്നത്. എന്റെ പണി നീ ചെയ്യണ്ട മുനീറേ, ഇത് എന്റെ പണിയാ. നിനക്കൊക്കെ തലച്ചോറില്ലടാ ഊളകളെ ചോദിക്കാൻ. ഇത് എന്റെ പണി നീയാണോ ചെയ്യുന്നത്? ഞാൻ ഈ പണി ചെയ്യുമ്പോ എനിക്കൊരു പണിയുമില്ല, ഞാൻ ഈ പണി തന്നെയാണ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തേ ലൈംഗിക ചിന്തക്കാരെ ഒന്നും ഇങ്ങോട്ട് വേണ്ട. ലിംഗം മാറ്റിവെച്ച് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് മോൻ പോയി മോന്റെ പണി ചെയ്യിച്ചല്ലേ. കൃഷി ഇറക്കാൻ സമയമായില്ലേ, പ്രവാചകൻ പഠിപ്പിച്ച സമയമായില്ലേ, മോൻ ഇറങ്ങി ചെല്ല്. എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് പോലെയാണ് എൻ്റെ ലൈവ് റൂമിനകത്ത് വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത്. ഉസ്താദിന് പോയി കമിഴ്ന്ന് കിടന്നു കൊടുത്തത് കൊണ്ടാണ് സംസ്കാരം അറിയാതെ പോയത്, മര്യാദ അറിയാതെ പോയത്. അതുകൊണ്ടാ ആരോട് എവിടെ പറയണം എന്ന് മനസ്സിലാക്കാതെ പോയത്. അതുകൊണ്ടാ. ഇതിനകത്ത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, വേണമെങ്കിൽ കേട്ടാ മതി. കേൾക്കാൻ താല്പര്യമില്ലേ, ഇറങ്ങിപ്പോയിക്കോ. ആരും വിളിച്ചിട്ടില്ലല്ലോ. ഇവിടെ വന്നിട്ട് എന്നെ നിർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെയൊക്കെ ബുദ്ധി എവിടാടാ? ഒരു മൂലയ്ക്ക് പോയിരുന്ന റബ്ബറേന്ന് വിളിച്ചോ ചെല്ലേ. അപ്പോൾ എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? മനസ്സിലായില്ലേ? മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. ആ മുഖം മറയ്ക്കുന്ന വേഷം ഈ സ്ഥാപനത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല തന്നെയാണ്. എന്തായാലും പഠിപ്പിച്ച ആള് വളരെ നന്നായി പഠിപ്പിച്ചു വിട്ടു. ഈ കൊച്ച് തട്ടമിടുന്ന കൊച്ചല്ല. മുസ്ലിങ്ങൾ മൊത്തവും നാടകക്കാരാണ് എന്നതിന്റെ തെളിവാണ്. ഈ കൊച്ച് തട്ടമിടാതെ, ഒരു ചെറിയ കൊച്ചാ, ഒരു 7 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഈ കൊച്ച് റീൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ്. ഈ കൊച്ചിന്റെ ഒരു റീൽസിലും തട്ടമില്ല. അപ്പോ ഒരു നാടകക്കാരിയെ കൊണ്ടുവന്ന് ഇവര് നന്നായിട്ടൊന്ന് അഭിനയിപ്പിച്ചതാണ്. എവിടെ തട്ടം? മതപരമായ തട്ടത്തെ കുറിച്ചിട്ടാണ് ഇവര് സംസാരിച്ചതെങ്കിൽ ആൺവേഷം ധരിച്ചിരിക്കുന്നു, മദ്യപാനിയെ എമിറ്റേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഏതു മതത്തിന്റെ അക്കൗണ്ടിലാണ് വെച്ച് കെട്ടുക? തട്ടമിടുമ്പോൾ പേടി തോന്നുന്നുണ്ട്. അതുകൊണ്ട് കൊച്ച് തട്ടമിടാതെ സ്റ്റേജിലേക്ക് വന്നു. എന്നിട്ട് ആ സ്റ്റേജിൽ നിന്നിട്ട് ആരോ ഒരാൾ ഒരു തട്ടം എറിഞ്ഞു കൊടുത്തു. അതിട്ടു കൊച്ചൊരു നാടകം, ഒരു റീൽസ് അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോ ആ കൊച്ച് തന്നെ ആ തട്ടം വലിച്ചൂരി എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അപ്പോ ഈ തട്ടത്തെ പേടിക്കുന്നത് ആരാ? ഈ കൊച്ചു തന്നെയാ. ഈ കൊച്ചിന് തട്ടം ഈ കൊച്ചിന്റെ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി ആണെങ്കിൽ തട്ടമിടുന്ന ഒരു കൊച്ചിനെ ഇവർക്ക് തെരഞ്ഞെടുത്തുകൂടായിരുന്നു ഈ പ്രഹസനത്തിന്. ഇതൊക്കെ രാഷ്ട്രീയമായി മതപരമായി ഈ വിഷയത്തിൽ ഇവർക്ക് കുറച്ച് ആനുകൂല്യങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. ആനുകൂല്യം എന്ന് പറയുന്നത് പണമാണ്, താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ തീവ്രവാദമാണ്. അപ്പോ അതിനുവേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത് നമ്മുടെയും ബാധ്യതയാണ്. അപ്പോൾ തട്ടം കാണുമ്പോൾ ആർക്കും പേടി തോന്നിയിട്ടില്ല. ഈ തട്ടത്തിൽ പിടിച്ചു വലിക്കുമ്പോൾ മറ്റുള്ളവർക്കാണ് ഇവരെ സംബന്ധിച്ച് ഭയം തോന്നുന്നത്. തട്ടമിട്ടവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഭയം തോന്നുന്നെങ്കിൽ അതിന്റെ കുഴപ്പക്കാരാരാ? നിങ്ങളാ. ആ തട്ടമിട്ടവരുണ്ടാക്കിയെടുത്ത നവോത്ഥാനം കാരണം ആളുകൾ ഈ തട്ടമിട്ടവരെ കാണുമ്പോൾ ഭയപ്പാടോടുകൂടി അത് ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ ആ ഭയം മാറ്റേണ്ടത്
തട്ടമിട്ടവര് തന്നെയാണ് സുഹൃത്തുക്കളെ. തട്ടമിട്ടവർ തന്റെ പൊട്ടുതൊട്ട കൂട്ടുകാരിയെ കൊണ്ടുപോയി പ്രേമിക്കാൻ, കളിക്കാൻ, വയറ്റിലുണ്ടാക്കാൻ, കാമുകനെ ഉണ്ടാക്കി കൊടുത്ത്, മതം പഠിക്കാനുള്ള ആലയങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുത്ത്, മാതാപിതാക്കളുടെ കൺമുന്നിൽ നിന്ന് പൊട്ടുതൊട്ട മക്കളെ കൊണ്ടുപോയി സിറിയയിലേക്കും അഫ്ഗാനിലേക്കുമൊക്കെ പൊട്ടിത്തെറിപ്പിക്കാൻ, മതപഠന കേന്ദ്രത്തിൽ അവരൊക്കെ ഒടുങ്ങാൻ കാരണക്കാരാക്കിയ തട്ടമിട്ട് നിങ്ങളെ കാണുമ്പോൾ അതേ ഭയമുണ്ട്. ആർക്കെന്നറിയാമോ? മക്കള് നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക്. നിങ്ങൾ കാരണം വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് ഭയമാണ്. തട്ടമിട്ട കൂട്ടുകാരികൾ ഈ ഭൂമുഖത്തുണ്ടാക്കിയിരിക്കുന്ന തിരിച്ചറിവുകൾ മാതാപിതാക്കൾക്കു മാത്രമല്ല പൊതുസമൂഹത്തിനും അതറിയാം. നിങ്ങളുടെ വേഷം കൊണ്ട്, നിങ്ങളുടെ സംസ്കാരം കൊണ്ട്, നിങ്ങളുടെ മതം കൊണ്ട്, നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. ആ തിരിച്ചറിവ് വേണ്ടത് നിങ്ങൾക്കാണ്. എന്തുകൊണ്ടാണ് നമ്മൾ തട്ടമിടുമ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുന്നത്? അതെ, നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയതൊന്നും ഈ രാജ്യത്തിന്റെ നവോത്ഥാനത്തിന്റെ ഏതു തൂണിൽ കൊണ്ടുപോയി കെട്ടുമെന്നറിയാതെ നരേന്ദ്രമോദി വിഷമിച്ചിരിക്കുക. ചെന്നൊന്ന് പറഞ്ഞു കൊടുക്ക, ആ കാറ്റഗറി നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്ക്. തട്ടമിട്ടവരെ കാണുമ്പോൾ അതെ, ഐഡന്റിറ്റിയെ മറച്ച് ആ തട്ടത്തിലൂടെ തീവ്രവാദത്തെ നമ്മുടെ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിക്കുമ്പോൾ തട്ടം പിടിച്ചു വലിക്കല്ലേ. ആർക്കാ കുരുക്കൾ പൊട്ടുന്നത്? എല്ലാ ആക്ഷനും റിയാക്ഷൻ ഉണ്ടാകും. ഇത്രയും കാലം മതതീവ്രവാദം പറഞ്ഞ് ലോകത്തെ മുഴുവനും നശിപ്പിച്ച, തല്ലിത്തകർത്ത നിങ്ങൾക്കിപ്പോൾ പണി കിട്ടുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് ഭയമുണ്ടല്ലേ? അതുകൊണ്ട് ആ ഭയം മറ്റുള്ളവരുടെ തലയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് കെട്ടിവെക്കുവാണല്ലേ. ഒരു സ്കൂളിന്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്, ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമായിരുന്നാലും ശരി, ആ സ്ഥാപനത്തിന് ഒരു റൂളുണ്ട്, ഒരു നിയമമുണ്ട്. അത് തട്ടം ധരിച്ചു വരാമോ, വരേണ്ടതില്ലേ? ഇപ്പോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സർജൻ ഉച്ചയ്ക്ക് ളുഹർ നമസ്കാരമായി, ഇതെന്റെ മതമാണെന്ന് പറഞ്ഞു കൂടി നിസ്കരിച്ചാൽ മതിയോ? അയാളുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാം. എന്നെ നമസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് ഡോക്ടർ നാളെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? തട്ടമിട്ട് ഈ സ്ഥാപനത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞെങ്കിൽ ആ സ്ഥാപനത്തിന്റെ റൂളാണ്. ഒരു പൊതു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ സ്ഥാപനത്തിന്റെ നിയമം ഒരു കുട്ടി തെറ്റിച്ചാൽ അത് തിരുത്തേണ്ടത് ആ സ്ഥാപനവും ആ കുട്ടിയുടെ പേരൻസും പരസ്പരം ഇരുന്ന് സംസാരിച്ചാണ് അത് തീർക്കേണ്ടത്, അല്ലേ? അതല്ലാതെ അതിന് തീവ്രവാദ സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ കൊണ്ടുവന്നിട്ടല്ല. അപ്പോ നിങ്ങൾ ചോദിക്കും, ഒരു തട്ടം കണ്ടാ മറ്റേ തട്ടം പേടിക്കുന്നത് എന്തിനാ? അവരല്ല പേടിച്ചത്, KG കുട്ടികളാ പേടിച്ചത്. KG കുട്ടികളും അതുപോലെ തട്ടമിട്ട കുട്ടികളെ കണ്ടിട്ട് ഈ താടിയും തലപ്പാവും വച്ച ലൈവ് എടുത്ത് ആ സ്കൂള് പൊതിഞ്ഞ ഭീകരരെ കണ്ടപ്പോൾ KG കുട്ടികളാ ഭയന്നത്. കേട്ടോ, ഇവിടെ ഭയന്നവരുടെ കാരണം പിന്നെ കുറെ മാതാപിതാക്കൾ ഭയന്നിട്ടുണ്ട്. മാതാപിതാക്കൾ ഭയന്നത് മനസ്സിലായില്ലേ? അതാണ് ഈ തട്ടം കാണുമ്പോൾ കുരു പൊട്ടുന്നത് ആർക്കാണ്? ഒരു സാധാരണക്കാർക്കും കുരു പൊട്ടിയിട്ടില്ല, ഒരു സാധാരണക്കാർക്കും ഭയവുമില്ല. പേടി തോന്നുന്ന കുറച്ചാളുകൾ ഇവിടെ. ഒരു പെൺകുട്ടി തട്ടമിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കയറിയപ്പോൾ കേരളം ഭയന്നു.
മാഷിദ PV എന്ന് പറയുന്ന കുട്ടി സമർത്ഥമായി പഠിച്ച് തട്ടമിട്ട് സ്റ്റേജിലേക്ക് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ പേടിച്ചു. ഒരു പെൺകുട്ടി പാട്ടുപാടി എയ്ഡ്സ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയപ്പോൾ പേടിച്ചുപോയി. ഒരു തട്ടമിട്ട പെൺകുട്ടി അവളുടെ അരങ്ങേറ്റം ക്ഷേത്രത്തിൽ കളിച്ചപ്പോൾ പേടിച്ചുപോയി. ഒരു തട്ടമിട്ട പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചപ്പോൾ ഭയന്നുപോയി. ഒരു പെൺകുട്ടി പാൻസും ഷർട്ടും ഒരു സ്കൂളിലെ യൂണിഫോം ധരിച്ചപ്പോൾ ഭയന്നുപോയി. 3 അന്യപുരുഷന്മാരുള്ള സ്ഥലത്ത് പിതാവിന്റെയോ സഹോദരന്റെയോ ഒപ്പമല്ലാതെ ഒരു പെൺകുട്ടി സഞ്ചരിച്ചപ്പോൾ കേരളത്തിന്റെ മതം പേടിച്ചുപോയി. പേടി. തട്ടമിട്ട ഒരു ഭർത്താവ് മരിച്ച വല്ലുമ്മ മണാലിയിൽ പോയി മഞ്ഞുവാരിയപ്പോൾ പേടിച്ചുപോയി കേരളത്തിന്റെ മതതീവ്രവാദം. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് ഫ്ലാഷ് മോബ് കളിച്ച ഒരു പെൺകുട്ടിയുടെ തട്ടം കണ്ടപ്പോൾ പേടിച്ചുപോയി. ഒരു തട്ടമിട്ട പെൺകുട്ടി സിനിമയിലോ സീരിയലിലോ റീൽസിലോ വന്നാൽ പേടിച്ചു പോകുന്നു. സോഷ്യൽ മീഡിയയിൽ അവളുടെ ഒരു ഫോട്ടോ കണ്ടാൽ പേടിച്ചു പോകുന്നു. അവരെ തെറിയ അഭിഷേകങ്ങൾ കൊണ്ട് പൊതിയുന്നു. അഭിഷേകം ചെയ്യുന്നു, പൊതിയുന്നു വേണ്ട. അപ്പോ നിങ്ങളുടെ ഉള്ളിലെ മതം എന്താണ്? മത തീവ്രവാദം എന്താണ്? 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ ഒരു കുട്ടി തട്ടമിട്ട് സ്റ്റേജിൽ വന്നപ്പോൾ നമ്മളാണല്ലോ പേടിച്ചത്. അതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം അതിനെ അപമാനിച്ച് തട്ടം കണ്ട് പേടിച്ച് നമ്മളാണല്ലോ ഇറക്കി വിട്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു പെൺകുട്ടി ലെഗിൻസ് ഇട്ടാൽ, ആൺവേഷം ധരിച്ചാൽ, അവള് ലിപ്സ്റ്റിക് ഇട്ടാൽ, അവള് പൗഡർ ഇട്ടാൽ, അവൾ മുഖമൊന്ന് മിനുക്കിയാൽ അവൾ വേശ്യയാണ് എന്ന് പറഞ്ഞു ഭയന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ നമ്മളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തില്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തില് കുട്ടികൾ അവരുടെ കലോത്സവത്തിന് പർദ്ദയിട്ട് നിക്കാബിട്ടു മൈമ് കളിച്ചപ്പോൾ ഭയന്നത് നിങ്ങളാണ്. കുട്ടി ഇപ്പോ ജെൻഡർ ന്യൂട്രൽ വസ്ത്രധാരണം ഉറഞ്ഞു തുള്ളിയത് പാണക്കാട് തങ്ങൾ മുതൽ MK മുനീർ വരെയുള്ള നിങ്ങളുടെ നേതാക്കളായിരുന്നു. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കണ്ടാൽ അയ്യോ പിതാവോ സഹോദരനോ ഇല്ലാതെ, ഭർത്താവില്ലാതെ, മകനില്ലാതെ പുറത്തിറങ്ങിയ പെൺകുട്ടിക്ക് അച്ചടക്കമില്ല എന്ന് പറഞ്ഞ് അവളെ മതം പഠിപ്പിക്കാൻ തട്ടമിട്ടിട്ട് അങ്ങനെ പുറത്തിറങ്ങരുത് എന്ന് പഠിപ്പിച്ചു ഭയന്നത് നിങ്ങളാണ്. നിങ്ങളുടെ മതപഠനശാലകളിൽ തട്ടമിട്ട കുഞ്ഞുങ്ങൾ ഉസ്താദിനെ കാണുമ്പോൾ ഭയപ്പാടോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കുട്ടി ധരിച്ചതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിക വസ്ത്രം ധരിച്ച ഒരു വൃദ്ധ മണാലിയിൽ പോയി മഞ്ഞുവാരിയപ്പോൾ അവരുടെ സന്തോഷം പങ്കുവച്ചതിന്റെ പേരിൽ മത നേതൃത്വം അവർക്കെതിരെ ഉറഞ്ഞു തുള്ളിയത് അവരുടെ തട്ടം കണ്ട് ഭയന്നിട്ടായിരുന്നു. പിതാവോ സഹോദരനോ ഭർത്താവോ ഇല്ലാതെ അവർ ഒരു പൊതുസ്ഥലത്ത് പോകുന്നത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ് നിങ്ങളാണ് ഭയന്നത്. പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ വ്യഭിചാരികളാണ് എന്ന് പറഞ്ഞ് തട്ടത്തെ ഭയന്നത് നിങ്ങളാണ്. തലയിൽ തട്ടം ധരിച്ചിട്ട് പോലും VP സുഹ്റയ്ക്കെതിരെ നിസ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ് അവർക്കെതിരെ അധിക്ഷേപം നടത്തിയത് ഒരു മതപുരോഹിതനായിരുന്നു. അതുകൊണ്ട് കുഞ്ഞൈഷയോട് പറയുന്നു, കുഞ്ഞൈഷ നീ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കേണ്ടത് നിന്നെ. ഈ തട്ടമിട്ടൊരു നാടകം കളിക്കാൻ, പ്രഹസനം കളിക്കാൻ നിന്നെ ഇറക്കി വിട്ടവരില്ലേ കുഞ്ഞൈഷ, അവരോട് ചോദിക്കണം ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമാകുന്നുണ്ടോ എന്ന്. നീനും തട്ടമിട്ടിട്ടില്ലല്ലോ. നിന്നെ തട്ടമിട്ടപ്പോൾ അഭിനന്ദിച്ച ഈ പ്രഹസന നാടകം ഉദ്ഘാടനം ചെയ്ത് കേരളക്കരയെ ചിന്തിപ്പിച്ച നിന്നെ അധികം താമസിയാതെ തള്ളിപ്പറഞ്ഞ് നീ മതത്തിന് പുറത്താണ് എന്ന് പറഞ്ഞ്
നൂറുകണക്കിന് കളർ തട്ടങ്ങളുമായി നിന്റെ കുഞ്ഞു കാക്കാമാർ, വലിയ കാക്കാമാർ, മാമാമാർ, കൊച്ചാപ്പാമാർ നിന്റെ വീട്ടിലെത്തും, മൂത്താപ്പാമാരടക്കം നിന്നെ തട്ടമിടിപ്പിക്കാൻ, നിന്നെ മതമൊന്നു പഠിപ്പിക്കാൻ, നിന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ. ഇത്രയേ ഉള്ളൂ മോളെ. അപ്പോ നമുക്കിഷ്ടമുള്ള മതം വിശ്വസിക്കാനും സ്വീകരിക്കാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന ജനാധിപത്യ പാഠങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതിന് പകരം ആ സമയത്ത് ഈ മതതീവ്രവാദം പഠിപ്പിക്കപ്പെട്ടപ്പോൾ നിനക്ക് എന്ത് കിട്ടി? ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഈ കുട്ടിയെ എതിർത്ത് ഒരുപാട് ഉസ്താദുമാർ വരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇന്റൻഷൻ ശരിയല്ല എന്ന് പറഞ്ഞു. ഇത് തന്നെ നമ്മൾ പറയുന്നു. ഈ നിഷ്കളങ്കത കാപഠ്യമാണ്. ഈ പ്രഹസനങ്ങൾ നാടകമാണ്. തട്ടമിട്ട് കളിക്കുന്ന ഈ നാടകങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് മതം വേണമെങ്കിൽ ആ മതം ഫോളോ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കണം. ആ തട്ടവുമായി, ആ തട്ടത്തിന്റെ ആശയവും ആദർശവുമായി നിങ്ങൾ പുറത്തു വരണ്ട. നിങ്ങൾ മറ്റുള്ളവരെ ഈ തട്ടത്തെക്കുറിച്ച് വല്ലാണ്ട് പഠിപ്പിക്കുകയും വേണ്ട കേട്ടോ. തട്ടം നിങ്ങളിട്ടോ. അത് തമിഴിലൊരു ചൊല്ലുണ്ടല്ലോ, മതമെന്ന് പറഞ്ഞാൽ ജട്ടി പോലെയാണ്. നിന്റെ ജട്ടി നീ ഇട്ടോ, എന്നോട് നീ ഇടാൻ പറയല്ലേ, എന്നെ കൊണ്ട് നീ ഇടിയിപ്പിക്കല്ലേ എന്ന്. അതുപോലെ ഓരോരുത്തർക്കും അവനവന്റെ മതം വിശ്വസിക്കാം, ഫോളോ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ മറ്റുള്ളവരിലേക്കത് നിർബന്ധപൂർവം കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിനെ നഖശിഖാന്തം എതിർക്കേണ്ടി വരുന്നത്. സ്കൂളിൽ പോകുന്നത് പഠിക്കാനായിരിക്കണം. അത് ബിസ്മിയുടെ ഷോർട്ട് ഫോം. ബിസ്മി 786 പണ്ടുള്ള പൊട്ടന്മാര് കൊണ്ട് നടക്കുന്നതായിരുന്നു അതൊക്കെ. കുറെ എണ്ണം എന്നെ മുസ്ലിം ആക്കാൻ വേണ്ടിട്ട് വന്നിട്ട്. മോനെ മോനെ എനിക്ക് തന്ത ഉണ്ടടാ. ആദ്യം ഒരു കാര്യം ചെയ്യും, നബിയണ്ണൻ ഒരു വാപ്പായി കൊണ്ടുപോടാ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി.